എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമുക്ക് നോക്കാനുള്ളത് 18ാമത്തെ ശ്ലോകം. 18ാമത്തെ ശ്ലോകം നമുക്ക് എന്താണെന്ന് വായിക്കാം. ആദ്യം ആത്മാ നിയാമകശ്ചാന്ദഃ ദേഹോ ബാഹ്യോ നിയമ്യകഃ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമതഃ പരം. ആത്മാ നിയാമകശ്ചാന്തഃ ദേഹോ ബാഹ്യോ നിയമ്യകഃ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമതഃ പരം. എന്താ അവിടെ പറയുന്നേ? ആത്മാ നിയാമകഃ. നിയാമകഃ എന്നൊരു പുതിയ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആത്മാ നിയാമകഃ, ആത്മാവിൻ്റെ സ്വരൂപം. നിയാമകഃ അതായത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആൾ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആൾ എന്നുള്ളതാണ് നിയാമകഃ, കൺട്രോളർ എന്ന് പറയാം. ആത്മാ നിയാമകഃ. ച അന്തഃ ച എന്താ പറയണ? അന്തഃ ഉള്ളിലുള്ളത്. എവിടെ ഇരിക്കുന്നത്? ഉള്ളിലാണ് ഇരിക്കുന്നത്. പിന്നത്തെ വരിയിൽ പറയുന്നു ദേഹോ ബാഹ്യോ നിയമ്യകഃ. ദേഹഃ ശരീരം, നിയമ്യകഃ ബാഹ്യഃ ച. അപ്പൊ എന്താണ് നിയമ്യകഃ എന്ന് പറഞ്ഞാൽ? അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. നിയന്ത്രിക്കപ്പെടുന്നത്, നിയമ്യകഃ. പിന്നെ പറയുന്നു തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമതഃ പരം. ഇങ്ങനെ മുകളിൽ പറഞ്ഞത് രണ്ടും കൺട്രോൾ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യപ്പെടുന്നതും. ഒരാൾ കൺട്രോൾ ചെയ്യുന്നു, ഒരാൾ ഒന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നു. അപ്പൊ കൺട്രോൾ ചെയ്യുന്നതിനെയും കൺട്രോൾ ചെയ്യപ്പെടുന്നതിനെയും, നിയന്ത്രിക്കുന്ന ആളെയും നിയന്ത്രിക്കുന്നതിനെയും ഐക്യം പറയുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരമജ്ഞാനം എന്താണ് എന്നാണ് ചോദ്യം. ശരിയല്ലേ? ഒരാൾ നിയന്ത്രിക്കുന്നു, പിന്നൊന്ന് നിയന്ത്രിക്കപ്പെടുന്നു. ഇത് രണ്ടും ഒന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? അങ്ങനെ പറ്റില്ലല്ലോ. അത്ര ഭംഗിയായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നേ. നിയന്ത്രിക്കുന്ന ഒരാള്, നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഭവം, ഇത് രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? അപ്പൊ അവിടെ തിരിച്ചറിയണം. അപ്പോ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമതഃ പരം. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? തീർത്തും വിരുദ്ധമായതിനെ ഐക്യപ്പെടുത്തി നടക്കുന്നതിനേക്കാൾ വലിയ അജ്ഞാനം വേറെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വരിയുടെ വിശദീകരണം എന്താണ് ആചാര്യസ്വാമി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നിയാമകഃ അതായത് ശരീരം ഉണ്ട്. നമുക്കറിയാം ശരീരമുണ്ട്, നമ്മളെല്ലാം ശരീരത്തിലാണ്. ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആത്മാ എന്നറിയപ്പെടും. ശരീരം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതും നമുക്കറിയാം, ഒരു ശക്തി ഇതിനെ നിയന്ത്രിക്കുന്നു എന്നും നമുക്കറിയാം. ആ ശക്തിയുടെ പേര് തന്നെയാണ് ആത്മാ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ചൈതന്യത്താലാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപരോക്ഷ അനുഭൂതി പഠിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉള്ളിൽ ഉറപ്പിക്കണം. ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം പ്രവർത്തിക്കുന്നത്. ശരീരം ജഡമല്ലാതിരിക്കുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യത്താലാണ്. ഇതും നമ്മൾ വളരെ
കറക്റ്റായിട്ട് നമ്മൾ കാണാറുണ്ട്. മരണം സംഭവിക്കുമ്പോൾ അവനവന്റെ മരണം നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. വേറൊരാളുടെ മരണം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരീരം അവിടെ കിടക്കുന്നു, ആള് പോയി എന്ന് പറയും. ഇപ്പൊ ജഡമാണ്, ശരീരം ജഡമായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അതിനെ സംസ്കരിക്കണം വേണ്ട രീതിയിൽ, ഏത് മതാചാര പ്രകാരമാണോ അങ്ങനെ. അപ്പൊ അത് നമുക്ക് അറിയുന്നുണ്ട്. എന്താണ് അവിടുന്ന് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു ചൈതന്യം അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ആ ചൈതന്യം ഉള്ളിടത്തോളം കാലം ആ ശരീരം പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെയും ഇത് തന്നെയാണ്. എല്ലാ ജീവികളുടെയും എല്ലാത്തിൻ്റെയും. മരത്തിന് പോലും നമുക്ക് ആ ചൈതന്യം വെട്ടിക്കഴിയുമ്പോൾ ചൈതന്യം അതിൽ നിന്ന് പോകുന്നു, അല്ലേ? വാടിപ്പോകുന്നു, ഉണങ്ങിപ്പോകുന്നു. അപ്പൊ ആത്മാവിലേക്ക് പോണ്ട. അതിനു മുമ്പ് തന്നെ കുറച്ചുകൂടെ വേറൊരു വഴിയിൽ കൂടെ നമുക്ക് ഈ ജഡത്വത്തിനെ അറിയാം. എങ്ങനെ? സൂക്ഷ്മ ശരീരം ഉള്ളതിനാലാണ് സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നത്. ഇതിപ്പോ സാധാരണ ഒരാളുടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. തത്വബോധവും വിവേക ചൂടാമണിയും ഒക്കെ പഠിച്ചിരിക്കുന്ന, വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമുക്കത് മനസ്സിലാവും. എന്ത്? സൂക്ഷ്മ ശരീരം ഉള്ളത് കൊണ്ടാണ് സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നത്. അത് ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പഠിച്ചു, വിശദമായിട്ട് പഠിച്ചു. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, 3 ശരീരങ്ങളാണ് എന്ന് പഠിച്ചു. ഇതില് സൂക്ഷ്മ ശരീരം ഈ ശരീരത്തെ വിട്ടുപോകുമ്പോൾ ശരീരം ജഡമാകുന്നു എന്ന് പഠിച്ചു. ആത്മാവിലേക്കൊന്നും പോകണ്ട, അതിനു മുമ്പേ തന്നെ നമുക്ക് അറിയാം. അപ്പോ സൂക്ഷ്മ ശരീരം ഈ സ്ഥൂല ശരീരത്തെ വിടുമ്പോൾ ഈ സ്ഥൂല ശരീരത്തെ എന്ത് വിളിക്കും? ശവം എന്ന് പറയും, അല്ലേ? ശവം. അപ്പോഴാണ് സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം വേർപെട്ടു പോകുമ്പോൾ സ്ഥൂല ശരീരത്തെ ശവം എന്ന് പറയും. അങ്ങനെ ഈ സൂക്ഷ്മ ശരീരം പോയ സ്ഥൂല ശരീരം അവിടെ കിടക്കുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത് കിടന്നുറങ്ങുമോ? വലിയ വിഷയമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശരീരം നമ്മുടെ കൂടെയുള്ള വീട്ടിലെ മെമ്പേഴ്സ് തന്നെയാണ്. സൂക്ഷ്മ ശരീരം പോയി, സ്ഥൂല ശരീരം അവിടെ ഉണ്ട്. അതിന് ഇപ്പോ ജഡമായി, അതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്നും അറിയുന്നില്ല. എന്ത് ചെയ്താലും അത് അറിയുന്നില്ല, എത്ര കുലുക്കി വിളിച്ചാലും അറിയുന്നില്ല, കണ്ണ് തുറന്നു പിടിച്ചാലും നോക്കുന്നില്ല, എത്ര അനക്കിയാലും ശ്വസിക്കുന്നില്ല. അത്രയും സമയം അത് വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഉടനെ നമ്മുടെ മനസ്സിൽ ഒരു തരം ഭീതി നമ്മുടെ ഉള്ളിൽ വരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തിരിക്കില്ല. എന്തിനധികം ആ അഫക്ഷൻ കൊണ്ട് കുറച്ചു പേരൊക്കെ കുറച്ച് സമയമൊക്കെ കാണാം. ഏറ്റവും വലിയ എന്താ പറയാ, അത്രയും അഫക്ഷൻ ഉള്ളപ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചും കുറെ നേരം കിടന്നു വരാം. അങ്ങനെ അഫക്ഷൻ കൊണ്ട് കുറച്ച് സമയമൊക്കെ കാണാം. അപ്പോഴും സമയം മുന്നോട്ട് പോകും തോറും ആ ജഡത്തിനോടുള്ള താല്പര്യമില്ലാതെ ജഡമാണ് എന്ന് കൂടുതൽ മനസ്സിൽ ആഴത്തിൽ പഴിയും തോറും അതിൽ നിന്ന് അകലും. മാത്രമല്ല ഒരു ഭയവും കൂടെ വരുന്നു. അത് വെറും അസ്ഥാനത്താണ് ഭയം. ആ ഭയം എന്തിനാണ് ഭയം? വലിയൊരു ചോദ്യമാണ്. എന്തിനെ ഭയക്കുന്നു? വളരെ ആലോചിക്കണം. നമ്മളെല്ലാവരും വളരെ ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ആ ചൈതന്യം അവിടെ നിന്ന് പോയപ്പോ ഒരു ഭയം വന്നു. അപ്പൊ ആ ചൈതന്യത്തെ ഭയമായിരുന്നോ നേരത്തെ? അല്ല. ജഡത്തിന് എന്തിനാ ഭയക്കണേ? എന്താ ഭയക്കേണ്ട ആവശ്യം? ജഡമായിട്ടുള്ളതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജഡമല്ലേ. പിന്നെ എന്തിനാ അതിനെ ഭയക്കുന്നേ? എന്താണെന്നറിയില്ല, മനസ്സിൽ എന്തോ അജ്ഞാനമുണ്ട്, അതുകൊണ്ടാണല്ലോ ഭയക്കുന്നത്. തീർച്ചയായിട്ടും അജ്ഞാനമാണ്, ഇത് എല്ലാവർക്കും ഉണ്ടത്. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ചൈതന്യത്തിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കണം. ആ ചൈതന്യം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ, അല്ലെങ്കിൽ ചൈതന്യത്തിലേക്ക് പോകേണ്ട സൂക്ഷ്മ ശരീരം തന്നെ ഈ സ്ഥൂല ശരീരത്തെ വിട്ടു കഴിയുമ്പോൾ, സ്ഥൂല ശരീരം ജഡമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭയം തുടങ്ങി. ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. എപ്പോഴാ ഭയപ്പെടേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ശരീരം ശരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയപ്പെടേണ്ട കാര്യം. അയാൾ എപ്പോഴാണ് അയാളുടെ സ്വഭാവം മാറണമെന്ന് അറിയാൻ മേല, അയാൾ എപ്പോഴാണ് അക്രമാസക്തനാണെന്ന് അറിയാൻ പറ്റില്ല, അയാൾ എപ്പോൾ വേണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാം ഒക്കെ ചെയ്യാം. ഈ കിടക്കുന്ന ശവം, ജഡമായിരിക്കുന്ന ശവം ഒന്നും ചെയ്യില്ല, പക്ഷേ അതിന് ഭയമാണ്. ഇത് എവിടെ നിന്ന് വന്നു ഈ ഭയം?
എവിടെ നിന്ന് പറയാൻ പറ്റില്ല. കാലാകാലമായിട്ട് ജന്മജന്മങ്ങളായിട്ട് ഉള്ളിലിരിക്കുന്ന ഒരു അജ്ഞാനമാണ് അതിന് കാരണം. ജന്മജന്മാന്തരമായിട്ടുള്ള അജ്ഞാനം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ചിന്തിക്കുക. ഇവിടെയാണ് വിചാരം ചെയ്യേണ്ടത്. എന്തിന് ഭയക്കണം? വിചാരം ചെയ്യണം. ആരാണ് ഇവിടുന്ന് പോയത്? ആരാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഇതേ അവസ്ഥയാണല്ലോ നമുക്കും വരിക. ഇപ്പോ മരണം കാണുമ്പോഴൊന്നും ആരും അവനവന്റെ കാര്യത്തെക്കുറിച്ച് ആർക്കാറില്ല, ആരും ഓർക്കാറില്ല. എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള ഉത്സാഹവും കാര്യങ്ങളും, കരയുന്നവരോട് കരയണ്ട എന്ന് പറയലും, ഇതെല്ലാം എല്ലാവർക്കും വരുന്നതാണ് എന്ന് പറയും. വലിയ വലിയ ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ അവനവൻ ഏത് സമയവും ഈ ശരീരം വിടാം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഓർക്കില്ല. അന്നേരം നമ്മുടെ കൂടെയുള്ളവർ തന്നെ നമ്മളെ ഭയക്കും. ജീവനോടെ ഇരിക്കുമ്പോൾ ഭയക്കുന്നില്ല, ജഡമായിരിക്കുന്ന ശരീരത്തിനെ ഭയക്കുന്നു. ഇപ്പോ ഈ നഖവും മുടിയും അതിനെക്കുറിച്ചൊന്ന് ഓർക്കുക. നഖം മുടിയൊക്കെ നമ്മുടെ കയ്യിൽ നഖം ഇരിക്കുമ്പോൾ വളരെ നല്ലതാണ്. അതിന് പോളിഷ് ചെയ്യും, ഭംഗിയായിട്ട് വെട്ടിവെക്കും. അത് കാണാൻ നല്ല ഭംഗിയായിട്ട് കയ്യിൽ കൊണ്ടു നടക്കും. സ്ത്രീകളൊക്കെ ചെയ്യും. നല്ല രീതിയിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് നഖത്തിന് ഷേപ്പ് ചെയ്ത് നല്ല നഖം വളരെ നല്ലതാണ്. അതുപോലെ മുടി എന്തുമാത്രം മുടിക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നു. മുടി നന്നാക്കി വെക്കാനായിട്ട്, കെട്ടി വെക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോവുക. ആ മുടിയെ എന്തെല്ലാം എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം ഭംഗിയാക്കും. എപ്പോ ഒരിക്കൽ ഒരു മുടി ഒരു ഭക്ഷണത്തിൽ കാണുന്നു, അന്നേരം എവിടെ പോയി മനസ്സ്? ഉടനെ ദേഷ്യമായി, വലിച്ചെറിയലായി. ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യം ഭക്ഷണത്തിൽ വീണ പോലെയായി ഈ മുടിയെക്കുറിച്ച്. അതുപോലെ തന്നെ നഖം വെട്ടി അറിയാതെ ഒരു കഷ്ണം അവിടെ ഉണ്ടായിരുന്നു, മേശപ്പുറത്തോ ഒറ്റ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാപ്പ് കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു കഷ്ണം കയ്യിൽ ഭക്ഷണത്തിനകത്തേക്ക് വീഴുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിനകത്തേക്ക്, ഭക്ഷണത്തിലായില്ല പ്ലേറ്റിനകത്ത് വീണു എന്ന് വന്നാൽ പോലും ഉടനെ എന്തെല്ലാം കോംപ്ലിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ആരെയെല്ലാം വഴക്ക് പറയുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് കലഹം വരെ ഉണ്ടായതായിട്ട് നമുക്കറിയാം. തലമുടിയുടെ കാര്യത്തിൽ കലഹങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മനസ്സിന്റെ ആവശ്യമില്ലാത്ത വികൃതികൾ അല്ലേ? തലയിലിരിക്കുമ്പോൾ എന്തൊരു സൗന്ദര്യമായിരുന്നു. തലോടുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അതിൽ നിന്ന് ഒരെണ്ണം പറിഞ്ഞ് താഴോട്ട് വന്നപ്പോൾ എന്തായി? ഏറ്റവും നികൃഷ്ടമായതായി. ഇതുപോലെയല്ലേ ഈ ശരീരത്തെ ഇപ്പൊ കാണുന്നേ? ഒരു സമയത്ത് ആ ചൈതന്യമുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ശരീരം. പുകഴ്ത്തലുകൾ എന്തെല്ലാം പുകഴ്ത്തലുകൾ കേട്ടു, എന്തെല്ലാം തരത്തിൽ ഇതിനെ ആരാധിച്ചു. ആ സൂക്ഷ്മ ശരീരം അവിടെ നിന്ന് വിട്ടുപോയപ്പോ പിന്നെ അത് എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കപ്പെടേണ്ടതായി. പിന്നെ പല പല കമന്റ്സുകളും കേൾക്കാം. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനം ഭയം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മനസ്സിലാകാത്തൊരു കാര്യം. അത് തന്നെ, എന്തിനെ ഭയക്കുന്നു എന്നുള്ളത്. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെയും ഭയമാണ്. മരിച്ചു കഴിഞ്ഞ് ആ വീടിന്റെ ആ ഭാഗത്തൂടെ പോകില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ പേടി അതിലെ പോകാൻ. ഇനി തൂങ്ങി മരിച്ചതോ അങ്ങനെ വല്ലതും കൊലപാതകമോ ആണെങ്കിൽ കുറച്ച് നാളല്ല, വർഷങ്ങളോളം അങ്ങോട്ട് പോകില്ല. ഏതെങ്കിലും ഒരു വീട്ടിലൊരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് മേടിക്കത്തില്ല. അവിടെയുള്ള കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൃഹം മേടിക്കത്തില്ല. ഒരു കുളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുളത്തിലേക്ക് കുറെ കാലം പോകാൻ ബുദ്ധിമുട്ടാണ്. എന്തിനെയാണ് ഭയക്കുന്നത്? എന്താണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ? ചിന്തിക്കേണ്ടതാണ്, ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അറിയാം, അനാവശ്യമായിട്ടുള്ള അജ്ഞാനത്തിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്. ഒന്നും മനസ്സിലാക്കുന്നില്ല, വെറുതെ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോ നിയാമക എന്ന് പറഞ്ഞാൽ സത്ത്, അതായത് ഉണ്ട് എന്നതിനെ പ്രദാനം ചെയ്യുന്നു. നിയാമക, ഈ ശരീരത്തിൽ ആ ചൈതന്യം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു. സത്ത്, ഉണ്ട് ഉണ്ട് ഉണ്ട്, ഞാനുണ്ട്, ഈ ശരീരത്തിൽ ആ ചൈതന്യം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു വാക്കാണ് നിയാമക. നിയന്ത്രിക്കുന്നു, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നു. ആ വാക്കാണ് നിയാമക. ശരീരത്തിന്റെ നിലനിൽപ്പിന് തന്നെ കാരണമായത്,
ശരീരത്തിന്റെ സത് ചിത് ആനന്ദം എന്നുള്ളതിൽ സത്തിനെ കൊടുക്കുന്നത്, ആത്മാവിന്റെ സത്ത് എന്നുള്ളതിനെ കൊടുക്കുന്നതാണ് ഈ നിയാമക എന്ന വാക്ക്. ആത്മാവ് സച്ചിത് ആനന്ദമാണല്ലോ, അതിൽ സത് ഉണ്ട് 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 എന്നുള്ളതിനെ കൊടുക്കുന്നതാണ് ആത്മാ. അതിനെ ആ സത്തിനെ ആത്മാവിന് സത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആത്മാ സത്ത് എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിയാമക. ആ സത്വം, സത് എന്നുള്ള ആ അവസ്ഥയെ ആത്മാവിന് കൊടുക്കുന്ന ആ വാക്കാണ് നിയാമക എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നിയാമക, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഇവിടെ പറയുന്നു നിയാമക. അപ്പൊ എന്തിനായിരിക്കണം? ആത്മാവിനെ. ആത്മാവിന്റെ വേറൊരു പേരാണ് നിയാമക. അത് വേദാന്തത്തില് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഉദാഹരണമുണ്ട്, കയർ പാമ്പ് ഉദാഹരണം. ഈ പാമ്പുണ്ട് എന്ന് കയറിനെ നോക്കിയിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, അരണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, ഈ പാമ്പിന്റെ എക്സിസ്റ്റൻസ്, പാമ്പുണ്ട് എന്നത് എവിടുന്നാ നമുക്ക് വന്നത്? എവിടെയാ നമുക്ക് തോന്നിയത് പാമ്പുണ്ട് എന്ന്? ആ കയറിലാണ് തോന്നിയത്. എക്സിസ്റ്റൻസ് തോന്നിയത് കയറിലാണ്. കയറില്ലെങ്കിൽ നമുക്ക് അവിടെ പാമ്പ് ഉണ്ടെന്ന് തോന്നുമോ? അവിടെ ഒരു കയർ കിടപ്പുണ്ടായിരുന്നു, അത് ഇരുണ്ട വെളിച്ചത്തിൽ നോക്കിയപ്പോ പാമ്പാണെന്ന് തോന്നി. അപ്പോ ഏതിലാണ് ഈ പാമ്പിനെ കണ്ടത്? കയറില്. അപ്പൊ കയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുമോ? ഇല്ല. ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണമായിട്ട് ഇതിനെടുക്കാവൂ. ഇവിടെ കയറ് ആത്മാ, പാമ്പ് അനാത്മ. അപ്പൊ കയറാത്മാവാണോ അങ്ങനെ ചോദിക്കരുത്, അതിനു വേണ്ടിയിട്ടല്ല. ഇതൊരു മനസ്സിലാക്കാനായിട്ട് ഔട്ടറിൽ കൂടെ പോകുന്നൊരു എക്സാമ്പിളാണ്. കയറിലെ പാമ്പിനെ കണ്ടു, കയറില്ലെങ്കിൽ പാമ്പ് അവിടെ നമുക്ക് തോന്നില്ല. അപ്പൊ കയറ് ആത്മാ, പാമ്പ് അനാത്മ. ഒന്ന് ഉള്ളത് പിന്നൊന്ന് നമ്മൾ സങ്കല്പിച്ച് ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ ശരീരമുള്ളത്. വളരെ ഗഹനമാണ്, നല്ല ഒരു വാക്കാ പറഞ്ഞിരിക്കുന്ന ആചാര്യസ്വാമികൾ. ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ ശരീരമുള്ളത്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഉള്ളത് കൊണ്ട് ഈ ശരീരമുണ്ട്. ഞാൻ പോയാൽ ആൾക്കാർ ഈ ശരീരത്തെ ദഹിപ്പിക്കും. എത്ര രസകരമായൊരു കാര്യമാണ് ഈ അപരോക്ഷാനുഭൂതി പറഞ്ഞു തരുന്നത്. ഞാൻ പോയാൽ ഈ ശരീരത്തെ ആൾക്കാർ ദഹിപ്പിക്കും. ഞാനുള്ളത് കൊണ്ടാണ് ഈ ശരീരമുള്ളത്. ഇങ്ങനെ ചിന്തിച്ചാൽ ഇനി ഒരു അജ്ഞാനവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. ഞാനുള്ളത് കൊണ്ട് ഈ ശരീരമുണ്ട്. ഞാനുണ്ട്, എനിക്കറിയാം ഞാനുണ്ട്. ഞാനുള്ളത് കൊണ്ട് ഈ ശരീരമുണ്ട്. ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചാൽ എത്രയും പെട്ടെന്ന് ആൾക്കാർ ഈ ശരീരത്തെ ദഹിപ്പിക്കും. നിയാമക, ഇവിടത്തെ ഞാൻ ആരാണ്? നിയാമക. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട്, ഞാൻ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, ശരീരത്തിന്റെ നിലനിൽപ്പിന് കാരണമായവനാണ് നിയാമക. ഇനി അടുത്ത വാക്ക് എന്താണ്? അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നത് ദേഹോ ബാഹ്യോ നിയമ്യക. അടുത്ത വാക്ക് നിയമ്യക, ഡിപ്പെൻഡന്റ് എക്സിസ്റ്റൻസ്. ഡിപ്പെൻഡന്റ് എക്സിസ്റ്റൻസ്, അതായത് ഈ ശരീരം സ്വതന്ത്രമായി അതായി നിലനിൽക്കുന്നില്ല. ശരീരം തനിയെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ആത്മാവിൽ നിന്ന് ഒരു എക്സിസ്റ്റൻസിനെ മേടിക്കുന്നു. ആത്മാവ് ഉണ്ട്, അതിൽ നിന്നൊരു എക്സിസ്റ്റൻസിനെ മേടിച്ചിട്ട് സത്ത് എന്നതിനെ വാങ്ങി നിലനിൽക്കുന്നു ഈ ശരീരം. ആത്മാവിൽ നിന്ന് ഒരു ശക്തിയെ സ്വീകരിച്ച് ഈ ശരീരം നിലനിൽക്കുന്നു. എന്നിൽ നിന്ന്, ഞാനാണ് ഇതിനെ നിലനിർത്തുന്നത്. എന്നിൽ നിന്ന് ഒരു നിലനിൽപ്പിനെ ഈ ശരീരം വാങ്ങിയിരിക്കുന്നു. അതാണ് നിയമ്യക, ഡിപ്പെൻഡന്റ് എക്സിസ്റ്റൻസ്. മറ്റേത് നിയാമക, ഇത് നിയമ്യക. ഈ ശരീരം നിയമ്യക, ഒരു നിയാമകയിൽ നിന്ന് ഒരു കരുത്ത് നേടിയിട്ട് അതിനെ വെച്ചുകൊണ്ട്
നിന്നുകൊണ്ടിരിക്കുന്നു. സത്ത് എന്നതിനെ, നിയാമക എന്ന സത്തിനെ വാങ്ങിച്ച് ഉണ്ട് എന്ന് ഈ ശരീരം ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ആരാണ് അകത്തുള്ളത്? അന്തഹ അകത്തുള്ളത്, ബാഹ്യ പുറത്തുള്ളത്. ആരാണ് അകത്തുള്ളത്? ഈ ശരീരത്തിനകത്താരാണുള്ളത്? ശരീരത്തിനകത്തുള്ളത് അതിൻ്റെ പേരാണ് ആത്മ. ആത്മസ്വരൂപം അന്തഹ. ആത്മസ്വരൂപം അന്തഹ. പുറത്തുള്ളതാരാണ്? ശരീരം. ശരീരം പുറത്തുള്ളതാണ്. അകത്താരാണ്? അകത്താത്മ. പുറത്താരാണ്? ശരീരം. അപ്പോ ആത്മസ്വരൂപം അന്തഹ, ശരീരസ്വരൂപം ബാഹ്യ. ഞാൻ അകത്തുള്ള ആളും ഈ ശരീരം, എൻ്റെ ശരീരം പുറത്തുള്ളതുമാണ്. അകത്ത് ഞാനുള്ളത് കൊണ്ടാണ് പുറത്തുള്ള ഈ ശരീരം പ്രവർത്തിക്കുന്നത്, ഇത് ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോ അഹം, അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? അകത്തുള്ളത്. ഇത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് വരുന്നത്. അയമാത്മാ ബ്രഹ്മ എന്നുള്ളതിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോഴേക്കും അഹം എന്നുള്ളത് ആരാണിപ്പോ? അന്തഹ, ഉള്ളിലുള്ള ഈ ശക്തി. അഹം അർത്ഥഹ ഈസ് ഈക്വൽ ടു അന്തഹ ഈസ് ഈക്വൽ ടു ആത്മ. അകത്തുള്ളത് ഞാൻ, അഹം, ആത്മ. ഇതം, ഇവിടെയുള്ളത്, പുറത്തുള്ളത് അനാത്മ. ആത്മാ ഇതിൽ നിന്ന് പോയാൽ ഈ ശരീരം എന്തായി? ജഡമായി. ജഡത്തിന് എന്ത് പറയും? അനാത്മ. ഇതേപോലെ തന്നെ മനസ്സിലെ ചിന്തകളെയും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അഹംവൃത്തി, ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ. അതിലാണല്ലോ നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതറിയാനായിട്ടാണല്ലോ എന്താണ് ഈ ആത്മാ, അതെങ്ങനെ അനുഭവത്തിൽ വരും, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഈ വിചാരമൊക്കെ ചെയ്യുന്നത്. അപ്പോ അഹം അർത്ഥഹ അന്തഹ ആത്മാ എന്നുള്ള പോലെ അഹംവൃത്തി എന്നാൽ ആത്മവിചാരം, ആത്മചിന്തനകൾ അകത്തുണ്ടാവുക. ഇതം വൃത്തി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ചും അവയവത്തെക്കുറിച്ചും പുറത്തുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകളാണ് ഇതം വൃത്തി എന്ന് പറയുന്നത്. അഹംവൃത്തിയിലാണ് ഞാൻ 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 എന്നുള്ള ചിന്ത. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ എന്നുള്ള ചിന്തയിൽ മുഴുവൻ ശരീരത്തെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഏത് ഞാൻ എന്നുള്ള ചിന്തയിലും നമ്മളിപ്പോ ആരെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ? ഈ ശരീരത്തെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പൊക്കമുള്ള ആള്, ഞാൻ പൊക്കം കുറഞ്ഞ ആള്, ഞാൻ കറുത്ത ആള്, ഞാൻ വെളുത്ത ആള്, ഞാൻ അന്ധൻ, ഞാൻ ചെവി കേൾക്കാത്ത ആള്, ഞാൻ ദേഷ്യപ്പെടുന്ന ആള്, ഞാൻ സങ്കടപ്പെടുന്ന ആള് എന്ന് വേണ്ട, എല്ലാത്തിലും ഞാനിന്റെ കൂടെ എന്താണുള്ളത്? അന്തഹ ഉള്ളതല്ല, പുറത്തുള്ളതാണ്. ബാഹ്യ. പുറത്തുള്ളതിനെ എല്ലാത്തിനെയും ചേർത്താണ് ഞാൻ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഞാൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ളതിനെ ചേർത്തേ നമ്മൾ പറയാറൂ. ഒന്ന് നാമം, ആദ്യമേ നാമം ചേർക്കും. ഞാൻ പരമേശ്വരൻ, നാമം ചേർക്കും. പിന്നെ ഞാൻ ഇന്ന ദേശത്തുള്ള ആള്, അത് ചേർക്കും. പിന്നെ ഞാൻ ഇന്ന ആളുടെ മകൻ, അത് ചേർക്കും. ഞാൻ ഇന്ന ആളുടെ അച്ഛൻ, ഞാൻ ഇന്ന ആളുടെ ഭർത്താവ്, ഞാൻ ഇന്ന ആളുടെ ഭാര്യ. എല്ലാത്തിലും നമ്മൾ ഒറിജിനൽ ഞാനിൻ്റെ കൂടെ വേറെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ചേർക്കും. ഇതാണ് ഏറ്റവും വലിയ അജ്ഞാനം. ഞാൻ ശരീരമല്ലല്ലോ. ഇത് പുറത്തു പറയാൻ വേണ്ടിയിട്ടല്ല. പുറത്തു പറഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും ആൾക്കാർ. പുറത്തു പറയാനുള്ളതല്ല, ഉള്ളില് നമ്മൾ അറിയണം. ഇത് ഞാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ശരീരമല്ല എന്ന് ഉറപ്പിക്കണം. ഞാൻ ഈ ശരീരമാണെങ്കിൽ പിന്നെ എനിക്ക് നിലനിൽപ്പില്ലല്ലോ. ഈ ശരീരം പോകുമ്പോൾ ഞാൻ പോയില്ലേ? അങ്ങനെയല്ലല്ലോ. ഞാൻ പോകുമ്പോഴാണ് ഈ ശരീരം പോകുന്നത്. ശരീരത്തെ ആൾക്കാർ കളയുന്നത്. ശരീരം പോകുമ്പോഴല്ല ഞാൻ പോകുന്നത്. അതിപ്പോ അങ്ങനെയാണെങ്കിൽ ചോദിക്കുക ആക്സിഡന്റ് പറ്റുമ്പോഴോ എന്നൊക്കെ. അതിനൊക്കെ വേറെ ഒരുപാട് ലോ ഓഫ് കർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പഠിച്ചാലേ അത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം അതല്ല.
ഞാൻ എന്നതിനെ മനസ്സിലാക്കലാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പോ ഞാൻ ഈ ശരീരത്തെ വിട്ടാൽ, ഞാൻ എന്ന ആ ആത്മാ ഈ ശരീരത്തെ ഉപേക്ഷിച്ചാൽ, അതിനു മുമ്പ് തന്നെ സൂക്ഷ്മ ശരീരം ഈ ശരീരത്തെ ഉപേക്ഷിച്ചാൽ, ഈ ശരീരം പിന്നെ ജഡമാണ്. അപ്പൊ ഞാൻ ഏതായാലും ഈ ശരീരമല്ല എന്ന് ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടത് ഞാൻ ഈ ശരീരമല്ല. ഇപ്പൊ ആരോടെങ്കിലും നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ആരാണ്, പേരെന്താന്ന് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വയം അറിയണം, ഞാൻ ശരിക്കും ഞാൻ പറയുന്നത് തന്നെയാണ്, എൻ്റെ പേരോ നാടോ ദേശമോ ഒക്കെയാണ് പറയുന്ന ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ഒരു ശക്തിയാണ് എന്ന് എനിക്കറിയാം എന്നെൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടാകണം. വ്യവഹാരത്തിന് വേണ്ടി പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാം വേണ്ടേ, വ്യവഹാരത്തിന് വേണ്ടി എല്ലാം വേണ്ടേ. അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആത്മാ എന്ന് പേര് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. ബയോഡാറ്റ എഴുതുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബയോഡാറ്റയിലെല്ലാം കൊടുത്തേ പറ്റത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ബയോഡാറ്റയിൽ എന്താണ് ശരിക്കും കൊടുക്കുന്നത്? ഇവിടെ പറഞ്ഞ് ഇതം അർത്ഥ, ബാഹ്യമായിട്ടുള്ളത് അനാത്മാവിനെ കുറിച്ചാണ് അവിടെ മുഴുവൻ എഴുതി വെക്കുന്നത്. അത് അറിയണം, നമ്മളത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട്, കുട്ടികളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒട്ടും ആത്മീയത മനസ്സിലാക്കാത്തവരോടോ ഒന്നും ഇത് സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പാടില്ല. അവനവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അപരോക്ഷാനുഭൂതി ഒന്നും ആരോടും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ മണ്ടത്തരം കാണിക്കരുത്. അവനവൻ മനസ്സിലാക്കുക. അത്ര ഡിസ്കഷനൊക്കെ അത്രത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോടുമായിട്ട് മാത്രം വിചാരം ചെയ്യാം, അല്ലാതെ ഒരിക്കലും ആരോട് ഇത് സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പോ ഇതംവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അഹംവൃത്തി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ. ആ ശക്തി എന്താണ്? എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെയാണത് അറിയണ്ടേ? അതിനെക്കുറിച്ച് പഠിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതംവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്തതെല്ലാം. ആക്ച്വലി ഞാൻ അന്തഹ ആണ്, ആത്മാവാണ്. ഇതംവൃത്തി എന്ന് പറയുമ്പോൾ ഞാനല്ലാത്തതിനെ എല്ലാം. അതായത് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ സിനിമ കണ്ടു, അപ്പോ ഇവിടെ ഒബ്ജക്റ്റ് പുറത്ത്, ഓബ്ജക്റ്റാണ് പുറത്ത്, സബ്ജക്റ്റ് അകത്തും. ഇങ്ങനെ ഇരിക്കെ ഈ ശരീരത്തെ ഞാൻ എന്ന് പറയുന്നു, അല്ലെ? ഭക്ഷണം കഴിച്ചു, ശരീരത്തിനാണ് ഭക്ഷണം. ഞാൻ വെള്ളം കുടിച്ചു, ആർക്കാ വെള്ളം? ശരീരത്തിനാണ് വെള്ളം. ഞാൻ മരുന്ന് കഴിച്ചു, ആർക്കാണ് മരുന്ന്? ശരീരത്തിനാണ് മരുന്ന്. ഈ സമയത്തൊക്കെ ഇപ്പൊ നമുക്ക് പ്രായമൊക്കെ ആയല്ലോ, മരുന്നും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ ഓർക്കണം, മരുന്ന് കഴിക്കുമ്പോൾ ആർക്കാണ് മരുന്ന്? ഈ ശരീരത്തിനാണ് മരുന്ന്. അതേപോലെ വേദന ആർക്കാണ്? അത് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. ശരീരത്തിനാണ് വേദന, എനിക്കല്ല വേദന. സാർ എന്താ ഈ പറയണ? അപ്പാടെ കൺഫ്യൂഷൻ ആവുമല്ലോ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവും എന്നുള്ളത് ശരിയാണ്. കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നോക്കുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ ആ അവസ്ഥയാണ് വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നേ. അവരാരും അവരുടെ ശരീരത്തിന്റെ വേദനയെ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ നമ്മൾ അത്ഭുതമുണ്ട് നമുക്ക്. നമ്മൾ പറയും, അയ്യോ അദ്ദേഹത്തെ സമ്മതിക്കണം, യാതൊരു ശരീരത്തിന്റെ ഭാഗം പോയിട്ട് പോലും അറിഞ്ഞിട്ടില്ല. എത്ര വയ്യാതെ കിടന്നാലും അവർ അങ്ങനെ കിടക്കും, ഒരു കുഴപ്പമില്ല. ശരീരം അതിന്റെ പാട്ടിന് ക്ഷീണിച്ചുകൊണ്ടിരിക്കും, കേടുവന്നുകൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കും. ചൈതന്യത്തിന് ഒരു വ്യത്യാസമില്ല, യാതൊരു മാറ്റമില്ല. കൊച്ചിലെ ജനിക്കുമ്പോൾ കിട്ടിയ ചൈതന്യം തന്നെയാണ് മരിക്കുമ്പോഴുള്ള ചൈതന്യം. അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ആ സംഭവിക്കാത്ത ആരാണ്? ഞാനാണ്. ഞാൻ അറിയുന്നല്ലോ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്ന് പറയുന്നു, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്ന് പറയുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്ന് പറയുന്നു, ഇപ്പൊ ഞാൻ വയസ്സായി എന്ന് പറയുന്നു. എല്ലാം ഞാൻ ഞാൻ ഞാൻ. പക്ഷെ ആ ഞാനെ മനസ്സിലാക്കുന്നത് ശരീരമായിട്ടാണ് ഇപ്പോൾ. അവിടെയാണ് കുഴപ്പം. അത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ്. അതിനെ വിടുവിക്കല് എളുപ്പമല്ല. നിരന്തരമായ ചിന്ത കൊണ്ട്, അതാണ് വിചാരം ചെയ്യണം, വിചാരം ചെയ്യണമെന്ന് അപരോക്ഷാനുഭൂതിയിൽ ആചാര്യസ്വാമികൾ വീണ്ടും വീണ്ടും പറഞ്ഞത്. ജ്ഞാനമുണ്ടാകണമെങ്കിൽ വിചാരം ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ പഠിച്ചു. ആ വിചാരത്തിലാണ് ഇപ്പൊ നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആത്മജ്ഞാനമാണ് ശരിയായിട്ടുള്ള ജ്ഞാനം. ഈ ശരീരത്തെക്കുറിച്ച് എന്തെല്ലാം പഠിച്ചാലും അതെന്താണ്? ആത്മജ്ഞാനമല്ല, അത് അജ്ഞാനമാണ്. ശരീരത്തെക്കുറിച്ച് എന്തെല്ലാം പഠിച്ചു കൂട്ടിയാലും അത് അജ്ഞാനമാണ്. ആത്മാവിനെ കുറിച്ചറിയാത്തത് അജ്ഞാനം. ആത്മ അജ്ഞാനം, അതിൻ്റെ പേരെന്താണ്? അജ്ഞാനം. ആത്മജ്ഞാനം, അതാണ് ജ്ഞാനം. ആത്മ അജ്ഞാനം, അജ്ഞാനം. നന്നായിട്ട് ഓർത്തോണം. ആത്മ
ആത്മാവിനെ കുറിച്ച്, എന്നെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം, ഞാനല്ലാത്തതിനെ കുറിച്ചുള്ള ജ്ഞാനം അജ്ഞാനം, എന്നെ അറിയാതിരിക്കുന്നത് അജ്ഞാനം. ഇത്രയുമാണ് ആ ശ്ലോകത്തില് കാര്യമായിട്ട് ആചാര്യസ്വാമികൾ പറഞ്ഞത്. അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ആത്മാ ജ്ഞാനമയ പുണ്യ ദേഹോ മാംസമയോ ശുചി തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമതപരം. രണ്ടാമത്തെ വരി എല്ലാത്തിലും കോമൺ ആയിട്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ആത്മാ ജ്ഞാനമയ പുണ്യ ദേഹോ മാംസമയോ ശുചി എന്നാ പറയുന്നത്. മാംസമയോ ശുചി, ഒരു അശുചി എന്നാണ് അതിന്റെ ഇടയിൽ ഒരു ഫ്ലസ്ട്രേഷൻ മാർക്കുണ്ട്. ആത്മാ ജ്ഞാനമയ, ആത്മാ ജ്ഞാനസ്വരൂപമാണ്. ഇവിടെ മയഹ എന്നുള്ളതിന് സ്വരൂപം എന്നാണ് ഇവിടെ അർത്ഥം എടുത്തിരിക്കുന്നത്. മയഹ എന്നുള്ളതിന് സ്വരൂപം എന്നാണ്. നമ്മൾ വിജ്ഞാനമയകോശം, അവിടെ മയത്തിന് വേറൊരു രീതിയിലാണ് അർത്ഥമെടുത്ത്, ഇവിടെ സ്വരൂപം എന്നെടുത്തു. ആത്മാ ജ്ഞാനമയ, ആത്മാ ജ്ഞാനസ്വരൂപം. പുണ്യ എന്നുള്ളതിന് ഇവിടെ ശുദ്ധ എന്നാണ് എടുത്തിരിക്കുന്നത്. പുണ്യ എന്നുള്ളതിനോട് നമ്മൾ വിചാരിക്കുന്ന പുണ്യമായിട്ടല്ല, ശുദ്ധം എന്നുള്ളതിന് ശുദ്ധ. ഇപ്പോ ജ്ഞാനമയ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? ഇപ്പൊ നമ്മൾ പഠിച്ചിടത്തോളം നോക്കുമ്പോ ജഡമയ എന്ന് വരും. ജഡമയം അല്ലേ? ഇപ്പൊ ജ്ഞാനമയം, മറ്റേതെല്ലാം ജഡം, അപ്പൊ ജഡമയം. അതിന് പകരം ഇവിടെ ഒരു വാക്ക് പറഞ്ഞു തരുന്നു ആചാര്യസ്വാമികള്, മാംസമയ. ജഡമയ എന്നുള്ളതിന് മാംസമയ എന്നൊരു പുതിയ വാക്ക് ഇവിടെ പറഞ്ഞു തരുന്നു. ജ്ഞാനമയം, അതിന്റെ ഓപ്പോസിറ്റ് വരുന്നു മാംസമയം. ആത്മാ അറിവ് സ്വരൂപം, അനാത്മാ ജഡസ്വരൂപം. ആത്മാ അനാത്മാവായ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ശേഷി തരുന്നു. ആത്മാ, ആ ചൈതന്യം, അനാത്മാവായ ശരീരത്തിന് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ഊർജം തരുന്നു. അങ്ങനെ ശരീരം പ്രവർത്തിക്കുന്നു. മരിച്ച ശേഷം എൻ്റെ ശരീരം കത്തിക്കൂലോ എന്ന് വിചാരിച്ച് കരയാറുണ്ടോ? മരിക്കുന്നതിന് മുന്നേ മരിക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എൻ്റെ ശരീരം കത്തിക്കൂലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിലപിക്കാറില്ല. അല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ കുഴിച്ചിടൂലോ എന്ന് പറഞ്ഞാലും വിലപിക്കാറില്ല. എൻ്റെ ശരീരത്തെ ഇല്ലേ, ചിലര് എന്താ പറയുക, ഈ പരിന്തിനൊക്കെ ഭക്ഷണമായിട്ട് വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഏതോ ഒരു കൂട്ടര്. കഴുകന് ഭക്ഷണമായിട്ട് വെക്കുന്ന ഒരു കൂട്ടരുണ്ട്. പാഴ്സി അവരാണ് തോന്നുന്നു. അവര് വിചാരിക്കാറുണ്ട്, ഈശ്വര എൻ്റെ ശരീരത്തെ പരിന്തിന് കൊടുക്കൂലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഴുകിന് കൊടുക്കൂലോ എന്ന് പറഞ്ഞാൽ കരയാറുണ്ടോ? കരയാറില്ല. കഴുകനാണ് കൊടുക്കുന്നത്, പരിന്തല്ല, കഴുകൻ. എന്ത് ചെയ്താലും, മരണശേഷം എന്ത് ചെയ്താലും, ആ ശരീരത്തിന് എന്തൊക്കെ ചെയ്താലും ഈ ആത്മാ അതറിയുന്നില്ല. ഇതൊക്കെ നമ്മൾ അടിവരയിട്ട് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ടതാണ്. ഈ ശരീരത്തിന് എന്തെല്ലാം ചെയ്താലും ഈ ഞാൻ അതറിയുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് വിട്ടു, ഈ ശരീരത്തെ എന്തെല്ലാം ചെയ്താലും ഞാൻ അതറിയുന്നില്ല. അത് നമുക്കറിയുകയും ചെയ്യാം. എന്നുവെച്ചാൽ അവിടെ കിടക്കുന്ന സമയത്ത് എന്തെല്ലാം ചെയ്താലും അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. ചിലരിപ്പോ ഒരു വല്ലാത്ത രീതിയിലൊക്കെ കിടന്നാണ് മരിച്ചതെന്ന് കഴിഞ്ഞാൽ കൈ തിരിച്ചു പിടിച്ച് ഒടിച്ച് നേരെയൊക്കെ വെക്കും. തല തിരിഞ്ഞ് സ്വല്പം അങ്ങനെയൊക്കെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയൊക്കെ പിടിച്ച് നേരെ വെക്കും. പൂനായിട്ട് ഇരുന്നിരുന്ന ഒരാളാണെങ്കിൽ പരമാവധി നിവർത്താൻ നോക്കും. ആ ശരീരത്തെ പല രീതിയിലും കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും ഈ ഞാനിത് അറിയുന്നില്ല, അതിനകത്തുണ്ടായിരുന്ന ഞാൻ. അത് നമുക്കറിയാം, അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അത് നമ്മൾ അതുപോലെയാണെന്ന് ഓർക്കണം. അത് ഓർക്കാറില്ല. എവിടെയാണ് ഈ കുഴപ്പം? ഈ കാണുന്നതൊക്കെ മനസ്സിലാവും, എല്ലാം ശരിയാവും, പിന്നെ അത് അറിയോ, ആരും അറിയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം ഉള്ളില്. അതുകൊണ്ട് ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും ഓക്കെ, അത് പോട്ടെ, ഞാൻ അതല്ല. പിന്നെ പറയുന്നു ശരീരം അശുചിഹി എന്ന് പറയുന്നു.
അശുദ്ധമായതാണ് ഈ ശരീരം എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ പറയണേ? ശുദ്ധം എന്നുള്ളതിന് ഇവിടെ പുണ്യ എന്നുള്ളതിനാണ് ശുദ്ധമായിട്ട് പറയുന്നത്. പുണ്യ, അതായത് ശുദ്ധം. ആത്മാ ജ്ഞാനസ്വരൂപം, അതായത് ശുദ്ധസ്വരൂപമാണ് ആത്മ. ഒരു കളങ്കവുമില്ല, അവിടെ ശുദ്ധമാണ് ആത്മാ. ജ്ഞാനമയ പുണ്യ, അതായത് പുണ്യ എന്നുള്ളതിന് അവിടെ ശുദ്ധം പറഞ്ഞു. അപ്പോ ശുദ്ധമായതാണ് ആത്മാ. ജ്ഞാനസ്വരൂപമായ ശുദ്ധമായ സ്വരൂപമാണ് ആത്മാ. അനാത്മ ജഡസ്വരൂപമാണ്, അതുകൊണ്ട് തന്നെ അത് അശുദ്ധമാണ്. അശുദ്ധമാണെന്ന് നമുക്കറിയാം, ഇല്ലേ? മരിച്ച വീട്ടിൽ പോയി വന്നാൽ കുളിക്കും, ശവത്തിനെ തൊട്ടാ കുളിക്കും, അശുദ്ധമാണ് എന്ന് നമ്മൾ പറയും. മരണ വീട്ടില് 10 ദിവസത്തേക്ക് അശുദ്ധമാണെന്ന് പറയും. അപ്പം മരണത്തെ ഈ ചൈതന്യം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെ അശുദ്ധമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ശരീരം, ഇപ്പൊ നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ശരീരത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഈ ശരീരം അശുദ്ധമാണോ ശുദ്ധമാണോ? ഇത് നല്ലൊരു ചോദ്യമാണ്. ഈ ചൈതന്യം ഇവിടെ നിന്ന് പോയാൽ ഇതിന് അശുദ്ധം എന്ന് പറയുന്നു. ഇപ്പൊ ചൈതന്യം ഇവിടെ ഉള്ളത് കൊണ്ട് ശുദ്ധമാണെന്ന് പറയുന്നു. ഇവിടെ ഉള്ളത് കൊണ്ട് ശുദ്ധമാണെന്ന് പറയുന്നു. ഈ ചൈതന്യം അകത്തിരിക്കുന്നതോട് ശുദ്ധമാണെന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഈ ശരീരം മാംസമയമല്ലേ, അശുദ്ധമല്ലേ? ചൈതന്യമല്ലേ ഇതിനെ ശുദ്ധമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നേ? ആണ്. ആ അറിവാണ് ജ്ഞാനം. അശുദ്ധിയെ മാറ്റാൻ ഈ ആത്മാ ഇവിടെ നിന്ന് പോകുമ്പോ ഈ ശരീരത്തെ പിന്നീട് അശുദ്ധമായിട്ട് കണക്കാക്കുന്നു. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിനെ ശുദ്ധമായിട്ട് കണക്കാക്കുന്നു. പുറത്ത് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ, ഒരു ശവത്തെ അശുദ്ധമായിട്ട് കണക്കാക്കുന്നു. രണ്ടും ശരീരം തന്നെ. എന്തുകൊണ്ടാണ് അത് അശുദ്ധവും ഇത് ശുദ്ധവും? ഇവിടെ ആത്മാ ഞാൻ എന്ന രൂപേണ സത്തായിട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ശുദ്ധം. ഈ അറിവാണ് ജ്ഞാനം. എന്തിനെക്കുറിച്ചുള്ള അറിവാണ് ഇവിടെ വന്നത്? ഈ ശരീരത്തെക്കുറിച്ചുള്ള അറിവാണോ വന്നതല്ലല്ലോ. ആത്മാ എന്ന ചൈതന്യം ഇവിടെ ഉണ്ട് എന്ന അറിവ്, അത് ഞാൻ എന്നുള്ള അറിവും. അപ്പൊ അശുദ്ധിയെ മാറ്റാൻ എന്ത് വേണം? ജ്ഞാനം വേണം. ഇവിടുത്തെ അശുദ്ധി, നമ്മുടെ അശുദ്ധി എന്താണ്? അനാത്മാവായ ഈ ശരീരത്തെ ആത്മാ എന്ന് കാണുന്നത്. ശരീരത്തെ അണ്ടർലൈൻ ചെയ്ത് നോക്കിയോണം. ഈ ശരീരത്തെ ആത്മാ എന്ന് നമ്മൾ കാണുന്നു. അതാണ് അജ്ഞാനം. ശരീരമല്ലല്ലോ ആത്മാ. ആത്മാ ഒരു ചൈതന്യമാണ്. ഈ ശരീരത്തെ പ്രവർത്തിക്കുന്ന നിയാത്മക എന്ന് നേരത്തെ പറഞ്ഞു. നിയാമക എന്ന് പറഞ്ഞു. ആത്മക അല്ല, നിയാമക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അശുദ്ധി അനാത്മാവിനെ ആത്മാ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോപ്പ് തേച്ച് ശരീരത്തെ ശുദ്ധമാക്കാറുണ്ട്. വ്യവഹാരത്തില് ശരീരത്തെ ശുദ്ധമാക്കാൻ എന്ത് ചെയ്യും? കുളിക്കും, അല്ലേ? കുളി കഴിഞ്ഞാൽ ശുദ്ധമായി. അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ അത് വ്യവഹാരം. വ്യവഹാരത്തില് ശരീരത്തെ സോപ്പ് തേച്ചെല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ ശുദ്ധമായി എന്ന് പറയും. മുണ്ട് നന്നായിട്ട് മുക്കിയെടുത്ത് കഴിയുമ്പോൾ ശുദ്ധമായി എന്ന് പറയും. അത് വ്യവഹാരം മാത്രം. അപ്പൊ കുളിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഒന്നുമില്ല, വേണ്ട, അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയെങ്കിലും കുളിക്കണം. ഇപ്പൊ ഇതറിഞ്ഞ ശേഷം കുളിച്ചിട്ടൊന്നൊരു പ്രയോജനമില്ല. ആത്മജ്ഞാനമാണ് ഉണ്ടാവേണ്ടത്, ശരീരത്തെ നോക്കണ്ട, ആത്മാവിനെ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് കുളിക്കാതിരുന്നാൽ അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അതിനെ അതിൻ്റെതായ രീതിയിൽ വ്യവഹാരത്തിൽ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ശരീരത്തെ ഉപയോഗിക്കണം. അറിവുണ്ടാകേണ്ടത് ഉള്ളിലാണ്, പുറത്ത് കാണിക്കുന്നതിലല്ല അറിവ്. അറിവ് ഉള്ളിലുള്ള തിരിച്ചറിവ്, മനസ്സില് തിരിച്ചറിയണം. ലൗകിക ജീവിതം ശുദ്ധമാവണം. മറ്റേത് ആത്മീയമായിട്ടുള്ള ശുദ്ധത, ഇത് ലൗകിക ശുദ്ധത. ഏത്? ഡെയിലി കുളിക്കുന്നത്, 2 നേരം കുളിക്കുന്നത്, വൃത്തിയായിട്ട് നടക്കുന്നതൊക്കെ ലൗകിക ശുദ്ധി. അത് കൂടിയേ തീരൂ. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, സഹജീവികളുണ്ട് നമ്മളുടെ കൂടെ. അവരെയും കൂടെ നോക്കേണ്ട കാര്യമുണ്ട്. ആർക്കും നമ്മളിൽ നിന്നൊരു ഉപദ്രവം ഉണ്ടാകരുത്. അപ്പോ ഇവിടത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ
അശുദ്ധി, അശുചി എന്ന് പറഞ്ഞത് ഞാനല്ലാത്തത്, എന്നിൽ നിന്നും വേറിട്ടതിനെല്ലാമാണ് അശുചി എന്ന് പറഞ്ഞത്. ഞാൻ ആത്മാ, ഈ ആത്മാ അല്ലാതെ ഉള്ളതിനെല്ലാം അശുചി എന്ന് പറഞ്ഞു. ഈ ആത്മാ ജ്ഞാനമയമായിട്ടും എങ്ങനെ ശുദ്ധമായിരിക്കുന്നു? ഒരുപാട് അറിവുകളും കാര്യമുണ്ട്, ജ്ഞാനമയുണ്ട്, ശുദ്ധി ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുകയാണ്. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ പ്രവൃത്തികളും ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ആത്മാ എങ്ങനെയാണ് ശുദ്ധമായിരിക്കുന്നതെന്നൊരു ചോദ്യം. ശരീരം അശുദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞു, ആത്മാ ശുദ്ധമാണെന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഈ ആത്മാ ശുദ്ധമായിട്ടിരിക്കുന്നത്? അങ്ങനെ പറ്റുമോ? ഒരു തുണിയിൽ ചളിയുണ്ടെങ്കിൽ ആ ചളി കഴുകിക്കഴിഞ്ഞാലല്ലേ തുണി ശുദ്ധമാവുള്ളൂ. ആ ചളി അവിടെ ഇരിക്കുമ്പോ ആ തുണി ശുദ്ധം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ആത്മാ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ എങ്ങനെയാണ് ആത്മാവിനെ ശുദ്ധം എന്ന് പറയുന്നത്? നല്ലൊരു ചോദ്യമാണ്. അതിന് പറയുന്നു അകർത്തൃത്വാത്. അകർത്തൃത്വാത് എന്ന് പറയുന്നു. സാക്ഷിയായിട്ടാണ് ഇരിക്കുന്നത്. ആത്മാ ഒന്നും ചെയ്യുന്നില്ല. ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. കർമ്മം ചെയ്യുക, ഞാനാണ് കർമ്മം ചെയ്യുക എന്ന് ചെയ്യുന്നേ എന്നോ അതിന്റെ ഫലം എനിക്ക് വേണമെന്നോ വിചാരിക്കാതിരിക്കുക. ഞാനൊരു സാക്ഷി മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞത്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ എൻ്റെ വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സാക്ഷി മാത്രമാണ് എല്ലാത്തിനും എന്ന ബോധം ഉള്ളിലുണ്ടാകണം. കർത്തൃത്വം ഏറ്റെടുക്കാതിരിക്കുക, ഒന്നിൻ്റെയും കർത്തൃത്വം ഏറ്റെടുക്കാതിരിക്കുക. അപ്പോ ആത്മാ എങ്ങനെയായിരിക്കുന്നു? വെറും സാക്ഷിയായിട്ടിരിക്കുന്നു. നേരത്തെ അത് പഠിച്ചതാണ്. സാക്ഷിയായിട്ടിരിക്കുന്നു ആത്മാ. ശരീരം കർമ്മഫലം കൊണ്ട് പൂർവജന്മ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ശരീരം കിട്ടിയതുകൊണ്ട് അതിന് പ്രവർത്തിക്കാതെ വയ്യ, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സും കാര്യങ്ങളും അവരൊക്കെ കൂടെ അത് പ്രവർത്തിപ്പിക്കും. അതിന് പ്രവർത്തിക്കാനുള്ള ഊർജവും ശക്തിയും ആത്മാ തന്നുകൊണ്ടിരിക്കും. ആത്മാ അവിടെ സാക്ഷിയായിട്ടിരിക്കും. ആ സാക്ഷി മാത്രമായിട്ടിരുന്നാൽ ഞാൻ സാക്ഷിയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉയരണം. ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ സാക്ഷി മാത്രമാണ്. എൻ്റെ കർമ്മഫലങ്ങൾ എന്നെ കൊണ്ട് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നു. കർമ്മഫലത്തിനനുസരിച്ച് കർമ്മങ്ങളുടെ പൂർവജന്മ കർമ്മങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാനൊരു സാക്ഷിയാണ്, ഞാനൊരു ചൈതന്യമാണ് എന്നറിയുക. അപ്പൊ ഇവിടെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു രീതിയിൽ പാപമില്ലാത്തത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാ പറയാൻ പറ്റണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപമില്ലാത്തത്, ശുദ്ധിക്കൊരു വേറൊരു രീതിയും കൂടെ അർത്ഥം പറഞ്ഞു, പാപമില്ലാത്തത് എന്നും കൂടെ പറഞ്ഞു. അതായത് സാക്ഷി മാത്രമായിട്ടിരുന്നാൽ എന്താണ് ഗുണം? കർമ്മഫലം വരില്ല. അതുകൊണ്ടാണ് സ്ഥിതപ്രജ്ഞന്റെ കാര്യത്തിൽ പറഞ്ഞത്, ആത്മജ്ഞാനി എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. അയാളുടെ ശരീരം കിട്ടിയിരിക്കുന്ന ശരീരപാദം വരെ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരം, അതായത് ശരീരബോധത്തോടു കൂടി ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം അദ്ദേഹത്തിനില്ല. അദ്ദേഹം സാക്ഷി മാത്രമാണ്. ഈ ശരീരത്തിന്റെ ചില ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ. നമുക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റില്ല, അദ്ദേഹത്തിന് സ്വയം അറിയാം. സ്ഥിതപ്രജ്ഞനും അത് തന്നെയാണ് ചെയ്യുന്നത്. സ്ഥിതപ്രജ്ഞനാവുമ്പോൾ അങ്ങനെയാണ്. അദ്ദേഹം ആത്മാ ആനന്ദത്തിൽ ഇരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ശരീരം പോകുന്നിടം വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. പക്ഷേ അപ്പൊ നമ്മൾ നേരത്തെ 3 തരം കർമ്മങ്ങളെ കുറിച്ച് പഠിച്ചു. സഞ്ചിത കർമ്മം എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാകില്ല. കാരണം അവർക്ക് ഈ ജന്മത്തില് ജ്ഞാനം ലഭിച്ച ശേഷം അവർ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരത്തോടു കൂടി അല്ല ചെയ്യുന്നേ. അവര് വെറും കർത്തൃത്വബോധമില്ലാതെ കണ്ടാണ് ഇരിക്കുന്നത്, സാക്ഷി മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കർമ്മങ്ങളിലും കർത്തൃത്വബോധം നമുക്കുണ്ട്. നമ്മൾ കർത്താവാണ്. എല്ലാ ജോലികളിലും നമ്മളിപ്പോൾ കർത്താവാണ്.
ആ കർത്താവാണെന്നുള്ള ചിന്തയെ മാറ്റണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ എന്തായി? ഒരു പാപവും അവിടെ വരില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെയും പാപഫലം നമുക്ക് വരില്ല. അപ്പൊ പാപമില്ലാത്തത് എന്താണ്? ശുദ്ധമായതാണ്. അങ്ങനെ ശുദ്ധമായ നമ്മുടെ ആത്മാ ശുദ്ധം എന്ന് വരും. അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും അശുദ്ധമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ആത്മാശുദ്ധമായിരിക്കുന്നു എന്നുള്ളതിനുള്ളതാണ് പറഞ്ഞ അകർത്തൃത്വ. അപ്പോ സാക്ഷി മാത്രമായിട്ടിരുന്നാൽ കർമ്മഫലം വരില്ല. ശരീരം കർമ്മം ചെയ്യുന്നു, കർത്താവായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പാപം ചേർത്ത് വെക്കുന്നു നമ്മളൊക്കെ. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, ഞാൻ ഒരൊറ്റ ആളാണ് ഇത് മുഴുവൻ ചെയ്തത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പുണ്യവും പാപവും രണ്ടും നമ്മൾ ചേർത്ത് വെക്കും. പുണ്യം ചേർത്ത് വെക്കുമ്പോൾ ആ പുണ്യത്തിന്റെ സുഖം അനുഭവിക്കാനൊരു ജന്മം വരും. പാപം ചേർത്ത് വെക്കുമ്പോൾ പാപത്തിന്റെ ഫലം അനുഭവിക്കുവാനായി വീണ്ടും ജന്മം വരും. അതായത് കർത്തൃത്വമുണ്ടോ ജന്മമുണ്ടാകും, കർത്തൃത്വം ഇല്ലാതെ ഒഴിവാക്കി വിടണം. അപ്പൊ ചോദിക്കും, ഇത്രയും കാലം ചെയ്തു പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ഒരു ജന്മം ഉറപ്പല്ലേ എന്ന് വെച്ചാൽ ഇല്ല. ജ്ഞാനം വന്നാൽ, അതിനാണ് നേരത്തെ പറഞ്ഞ ഞാൻ എപ്പോഴൊരിക്കൽ ജ്ഞാനമുണ്ടായോ, ഇതിൽ നിന്നൊക്കെ പിടിവിട്ടോ, എപ്പോഴൊരിക്കൽ സാക്ഷി മാത്രമായോ, പഴയത് മുഴുവൻ ദഹിച്ചു പോകും. അതിന് പിന്നെ പിടിക്കാൻ പറ്റത്തില്ല. ആരെ പിടിക്കുന്നേ? പിടിക്കാൻ പറ്റത്തില്ല. കർമ്മമില്ലാതെ ഇരിക്കുന്ന ചൈതന്യത്തെ ആർക്ക് പിടിക്കാൻ പറ്റും? ആർക്കും പിടിക്കാൻ പറ്റില്ല. കർമ്മവാസ അവിടെ സ്വല്പം കർത്തൃത്വം വന്നാൽ അവരെല്ലാം കയറി പിടിക്കും. അപ്പൊ കർത്തൃത്വമേ ഇല്ലാതെ സാക്ഷി മാത്രമായി ഞാൻ ആത്മാ എന്ന് അറിഞ്ഞാൽ പഴയതൊന്നും അവിടെ വരില്ല, പിന്നെ ജന്മമില്ല. അതാണ് മോക്ഷം, അതാണ് സമ്പൂർണ്ണ സംതൃപ്തി. ഇനിയൊരു ശരീരത്തിനുള്ള ഒന്നും അവിടെ അവശേഷിച്ചിട്ടില്ലാത്ത അവസ്ഥ, ഒരു ശരീരവും വരില്ല, സർവടത്ത് നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമായി മാറും. സാധാരണ പുണ്യമല്ല ഇവിടെ പറയുന്നത്. നേരത്തെ ചെയ്ത പാപപുണ്യം, ഒരു കർമ്മം ചെയ്തിട്ടുണ്ടാവുന്ന പാപപുണ്യത്തിന്റെ അല്ല ഇവിടെ പറയുന്നത്. ഈ പുണ്യം ദേഹസുഖ സമ്പാദനത്തിന് ഉള്ള ഒരു പുണ്യം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ ഉള്ളത്. ശരീരബന്ധനം ഉണ്ടാക്കുന്നു ഈ പുണ്യം. അതാണ് ശരീരബന്ധനം ഉണ്ടാക്കിക്കളയും. നേരത്തെ പറഞ്ഞ പുണ്യം എന്ന് പറയുന്നത് ശുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്ന പുണ്യം നമ്മളെ ശരീരത്തെ ബന്ധനത്തിൽ കൊണ്ടുവരുന്നതാണ്. കാരണം പുണ്യം ചെയ്തു കഴിഞ്ഞാൽ സുഖം അനുഭവിക്കണം. സുഖം അനുഭവിക്കണമെങ്കിൽ ശരീരം വേണം. ആഗ്രഹ പൂർത്തീകരണത്തിന് ആണ് കർമ്മങ്ങൾ ചെയ്യുക, അപ്പൊ പുണ്യം വരും. ആ പുണ്യം ശരീരത്തിൽ അതൊരു ഭാഗം. മറ്റേത് ശുദ്ധമായത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആത്മാ അകർത്താവായി ശുദ്ധമായി ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആത്മാ ആരാണ്? അകർത്താവായിട്ട് ശുദ്ധമായിട്ടിരിക്കുന്നു. അവിടെ പുണ്യമൊന്നും കയറി വരില്ല. ആ പുണ്യത്തിന് ശുദ്ധം എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം പറഞ്ഞപ്പോൾ പുണ്യത്തിന് നമുക്ക് ബന്ധനം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു. ഇങ്ങനെ വേറിട്ട കാര്യങ്ങളുള്ള ആത്മാവിനെയും ശരീരത്തെയും, രണ്ടിനും രണ്ട് ധർമ്മമാണ് ഇപ്പൊ കണ്ടേ. ആത്മാവിനെയും ശരീരത്തെയും രണ്ടും വേറിട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരാൾ അശുദ്ധമായിരിക്കുന്നു, ഒരാൾ ശുദ്ധമായിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാവിനെ ഒരു രീതിയിൽ കണ്ടു, ശരീരത്തിനെ വേറൊരു രീതിയിൽ കണ്ടു. ഈ ആത്മാവാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് കണ്ടു. അതിനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കണ്ടു. ഇതിനെ ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നും കണ്ടു. ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ ചേർത്ത് ഞാൻ എന്ന് പറഞ്ഞു നടക്കുന്നതിൽ കൂടുതൽ അജ്ഞാനം വേറെ എന്തെന്നാണ് ചോദ്യം. ഇതിനെക്കാട്ടിലും വലിയൊരു അജ്ഞാനമുണ്ടോ? ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റാത്ത രണ്ടിനെയും യോജിപ്പിച്ച് ജന്മജന്മാന്തരങ്ങളായി വെച്ചിരിക്കുന്ന ഈ അജ്ഞാനത്തെക്കാൾ വലിയ അജ്ഞാനം എന്ത്? കിമജ്ഞാനമത പരം തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമത പരം. ഇതിനെക്കാട്ടിലും വലിയ അജ്ഞാനം വേറെ എന്താണ് ഉള്ളേ? നമ്മളോടാണ് ചോദ്യം. നമ്മളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശരീരത്തെയും ആത്മാവെയും ചേർത്ത് ഞാൻ എന്ന് വെച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ വലിയൊരു അജ്ഞാനമില്ല എന്ന് പറയാണ്. ഏറ്റവും വലിയ അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തെ മാറ്റാനാണ് നമ്മൾ അപരോക്ഷാനുഭൂതി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തിൽ ജ്ഞാനമയ എന്നതിനെ കൂടുതൽ വിസ്തരിച്ച് ഒന്നുകൂടെ പറഞ്ഞു തരും. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. സായിറാം സാർ. സായിറാം 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 സായിറാം. സാർ. സായിറാം.